അങ്ങ് ദുഃഖിക്കരുത്. ഞാൻ കാരണമല്ലേ ഈ പ്രയാസങ്ങളൊക്കെ വന്നത്. അല്ല, ഞാനാണ് നിന്നെ നശിപ്പിച്ചത്. ഈ നരകത്തിയിൽ നിന്നെ തള്ളിയിട്ടത് ഞാനാണ്. ഞാനിത് സ്വർഗമായിട്ടാണ് കാണുന്നത്. കള്ളം, പച്ചക്കള്ളം. ഒന്നും പുറത്തു കാണിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ്. ലീലെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നമുക്ക് വേറൊരു വീട്ടിലേക്ക് മാറാം. വേണ്ട സുരേഷ്, അത് ശരിയല്ല. എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. നിനക്കൊരു സാരി വാങ്ങിത്തരാണെങ്കിലും അത് ഉപകരിക്കുമല്ലോ. എനിക്ക് സാരി ഉണ്ടല്ലോ. ഈ കീർത്തച്ച സാരി എത്ര ദിവസമായി നീ കൊടുക്കുന്നു? ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ഒന്ന് പതുക്കെ പറയൂ, ആരെങ്കിലും കേട്ടാൽ മോശമാണ്. ഞാനൊരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഒരു സ്നേഹിതനാണ് രാജാ ട്രേഡിംഗ് കമ്പനിയിലെ മാനേജർ. നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. സ്വന്തമായി എസ്റ്റേറ്റ് മറ്റുമുള്ളപ്പോൾ ഒരു ചെറിയ ജോലിക്ക് പോയാൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? നമ്മുടെ വീട്ടിലെ അപസ്വരങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നത് എന്തിന്? എന്നാ എല്ലാം നീ തന്നെ അനുഭവിച്ചോ. ഒരു സർവോദയക്കാരി വന്നിരിക്കുന്നു. അല്ല, പുള്ളിയോട് പ്രേമം തുടങ്ങിയല്ലോ. അതൊക്കെ പറ. ഞാൻ വിളിച്ചേക്കൂ. ഞാൻ അപ്പച്ചാവുമ്പോന്ന കാര്യം ഈ നാട് വിളിച്ചറിയിക്കും. ചേച്ചി തീരെ സുഖമില്ല. ഒരു നേരം അവൾ അടങ്ങിയിരിക്കുമല്ലോ, പിന്നെ എങ്ങനെ സുഖം ഉണ്ടാവും? എന്താ ലീല? ആ, സുഖമില്ലെങ്കിലും കണ്ണിന് പ്രത്യേക തിളക്കമുണ്ട് ഇല്ല ചേട്ടാ? കണ്ണിനോ? എന്താ? സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഒന്ന് വെറുതെ ഇരിക്കും. ആ, ക്ഷീണം കൊണ്ടാണ് പാവം പുളി മാത്രം തിന്നുന്നത്. ഇനി മണ്ണ് തിന്നാൻ സൂക്ഷിച്ചാൽ മതി. പറഞ്ഞതുപോലെ നിന്റെ കണ്ണിന് തിളക്കമുണ്ടല്ലോ. ലീലെ, ഒരു ഭരണി നിറച്ച് നിനക്ക് പുളി വാങ്ങി തന്നേക്കാം. എന്താ ഇവിടെ വീട് നാടാക്കോട്ടെ? കൊഞ്ചാൻ നിൽക്കുന്നു. കൊല്ലും. അതിനു മുമ്പ് നമുക്ക് അതിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരാ. ഗോപാല, നീ എന്റെ ഏറ്റവും വലിയ സഹായിയാണ്. എന്റെ നല്ല കാലത്തും കെട്ടകാലത്തും നീ എന്നെ ഒരുപോലെ സ്നേഹിച്ചു. എങ്കിലും എന്റെ മകളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്ക് അധികാരമില്ല. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന്. സത്യത്തിന് രണ്ട് മുഖങ്ങളുണ്ട് ഗോപാല. ഞാൻ കാണുന്ന മുഖമൊന്ന്, നീ കാണുന്ന മുഖമൊന്ന്. ഇതാ ചായ. ആ, അടുക്കളയിൽ പോയി വേണ്ടത് ചെയ്യണം. സ്വീകരണമൊന്നും വേണ്ട. ഇനി നീയാണ് ഈ വീട്ടിലെ ഗ്രഹനായിക. എല്ലാം നോക്കി വെച്ചുകൊള്ളണം. വാ മോളെ. എന്താ, വയറ് വേദനിക്കുന്നുണ്ടോ? കുറേശ്ശെ. ഞാൻ തിരുമ്മിത്തരട്ടെ? വേണ്ട, സാരമില്ല. സത്യത്തിൽ ഈ ജീവിതത്തിൽ നിനക്ക് നിരാശയില്ലേ? നിരാശയോ? എന്തിന്? നമ്മൾ ഒരുതരം വീട്ടുതടങ്കലിലാണ് ലീലെ. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. പുറത്ത് കടന്നേ മതിയാവും. ഓരോന്നോർത്ത് ഉറങ്ങാതിരിക്കാനാണോ ഭാവം? എന്റെ പൊന്നിനെ, ഒന്നും ഓർക്കാതെ ദൈവത്തെ മനസ്സിൽ കണ്ടു ഉറങ്ങിക്കോളൂ. എന്താണ് ഇത്ര തിടുക്കം? വരൂന്ന്. എന്താ ഇത് മാത്രം വായിക്കാൻ? ഷെർലി മാക്ലിൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അവർ വിവാഹ ജീവിതത്തിൽ വളരെ ഇൻഡിപെൻഡന്റ് ആണെന്ന്. ആ, ഹോളിവുഡിൽ അങ്ങനെയാണ്. നീ ആ കുന്തം മടക്കി വെച്ച് ഇങ്ങോട്ട് വന്ന് കിടക്ക്. ഓക്കേ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഹോളിവുഡിലെ വിവാഹ സമ്പ്രദായം ഒരു രസമാണല്ലേ? എന്തോ എനിക്കറിയില്ല, എനിക്ക് ഉറക്കം. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് നൈറ്റിലെ ഫോർമാലിറ്റീസിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ലജ്ജ നടിച്ചു നടക്കാനും എനിക്ക് അറിഞ്ഞുകൂടാ. ഏയ്, അതിന്റെ ആവശ്യമില്ല. ഗണേശന്റെ ഈ പൊളൈറ്റ്നെസ് എനിക്ക് വളരെ ഇഷ്ടമാണ്.
എന്താ ലീല? എന്താ? ഒന്നുമില്ല. പിന്നെ ബാത്റൂമിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അമ്മയ്ക്ക് ചുടുവെള്ളം കൊണ്ടുപോയായിരുന്നു. നിന്റെ കാര്യം നീ ശ്രദ്ധിക്കണ്ട. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ കാര്യം നീ ശ്രദ്ധിക്കണ്ടേ? വരും. Darling, I am very tired. ഒരു കപ്പ് കാഫി. കാപ്പി ഇപ്പൊ കൊണ്ടുവരും. Please go and see. എനിക്ക് ബെഡ് കാഫി കുടിക്കാതെ ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. Please. Thank you. ഈ ലീലയെ സമ്മതിക്കണം. വെളുക്കുന്നതിന് മുമ്പ് കുളി കഴിച്ചിരിക്കുന്നു. കൺട്രി ഇവരൊക്കെ എന്നാണ് അല്പം അഡ്വാൻസ് ആകുന്നത്? ഗ്രഹയുടെ കാര്യം നോക്കിയാ പോരെ. എത്ര നേരം അവിടെ ഉറങ്ങുന്നത്? മണി 9 മണിയായോ? ഓ മൈ ഗോഡ്, ഇന്ന് ക്ലെമന്റിന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരായി ക്ലെമന്റ്? നിങ്ങൾ അറിയില്ല, ഈ ബൈ ചാപ്പ് എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. മോളെ രേഖേ, മോള് ബാഗ് എടുക്കാൻ മറന്നുപോയല്ലേ? ഞാൻ മറന്നു. താങ്ക് യു മമ്മി. അല്ലേ, നീ ഇരുന്നിരുന്ന് കസേരയിലായോടാ? തനിക്ക് എന്തോടത്ര കണ്ണുകടി? യജമാനല്ലാത്തപ്പോ ഞാൻ കയറിയിരിക്കണോ? ശരി, നിന്റെ ഏമാനെ എവിടെ പോയി? മദ്രാസ് റേസ് കോഴ്സിന് നാളെ വരും. ഈ പ്രാവശ്യം 2 ടിക്കറ്റ് ഞാനും എടുത്തു. എടാ, ചട്ടി കഴിയ കിട്ടിയ കാശ് കൊടുത്ത് ഭാഗ്യം പരീക്ഷിക്കാടാ ഇറക്ക. വലിയ കുതിര നടന്നു കൊള്ളുന്നു, പിന്നെ ഈ ഞൊണ്ടിക്കുതിര. എടോ, താൻ എന്നെ ഉപദേശിക്കാൻ വരാ? അയ്യോ, ഞാൻ തയ്യക്കൂലി ചോദിക്കാൻ വന്നതാ. കല്യാണ വകയിൽ തച്ചു കൊടുത്തതിൽ 100-300 രൂപ എനിക്ക് തരാനുണ്ട്. നടന്ന് എന്റെ കാലിൽ തൊലി പോയി. തയ്യക്കൂലി തരാൻ കാശില്ല. കുതിരപ്പന്തയത്തിന് കാശുണ്ട്. കുറെ പണക്കാര് നടക്കും, എരപ്പകള്. എന്ത് ഇൻകം ടാക്സ് അടയ്ക്കാൻ പണം തികയില്ലെന്നു? എങ്ങനെ തികയും കുഞ്ഞെ? രൂപ കുറച്ചു വല്ലതുമാണോ കളവ് പോയിരിക്കുന്നത്? എന്നാലും കുറിപ്പ് 3 ലക്ഷം രൂപയും മറ്റും ഞാൻ എടുത്തെന്ന് പറഞ്ഞ ഇതാണ് പറഞ്ഞത്, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന്. പലതുള്ളി പെരുവെള്ളം 10-100 എടുക്കുമ്പോഴേ അറിയില്ല. അന്ന് ആ പെണ്ണിന്റെ കുഴപ്പം തീർക്കാൻ വേണ്ടി മാത്രം കൊടുത്തില്ലേ 15, 15. എങ്ങനെയാലും ആയിട്ട് ഞാൻ പണം കടം കിട്ടുമെന്ന് നോക്കട്ടെ. ഓ, അതിന് ബന്ധപ്പെടണമെന്നില്ല. എത്ര വലിയ തുക വേണമെങ്കിലും കിട്ടും, ഞാൻ ശരിപ്പെടുത്താം. പക്ഷേ 10-1 പലിശ കൊടുക്കണം. ഏതെങ്കിലും വഴിയുള്ള കാര്യം നടത്തും. അമ്മയുടെ കാതിലങ്ങാൻ എത്തിയാൽ ആകെ കുഴപ്പമാണ്. വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്താ കാണാത്തത്? ഓ, ഡാഡിയുടെ കാര്യമല്ലേ, നെവർ മൈൻഡ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. മദ്രാസ് തീർന്നതുകൊണ്ട് തീർച്ചയായും വരാതിരിക്കും. ഞാനേ അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ആ പെണ്ണിന് കണ്ണുകടിയായിരിക്കും. ചോറിനകത്ത് മണ്ണ് വരിട്ടാ പോലും അറിയത്തില്ല. അമ്മയ്ക്ക് നീ ഒരു വിചാരമേ ഉള്ളൂ, നിന്റെ അച്ഛൻ വരുന്നതായി. ഡാഡി എല്ലാവർക്കും സ്നേഹമാണ്. ഈസ് എ നൈസ് ഫെല്ലോ. എന്തോ നടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നിന്റെ കൈ പുണ്ണാണോ? കരിഞ്ഞതായിരിക്കും അമ്മ എടുത്ത് തിന്നത്. ഇനി ഞാൻ ശ്രദ്ധിക്കാം. കൊള്ളാവുന്ന മനുഷ്യർക്ക് കൊടുക്കാനുള്ളതെന്ന് ഓർമ്മ വേണം. ലീലിമ്മയ്ക്ക് ചുണയില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അന്ന് ലീലിമ്മയുടെ അച്ഛൻ വന്നപ്പോൾ മതി ഗൗരി, ഇപ്പോഴൊന്നും പറയണ്ട. പണം പോയിലൊന്നും എനിക്ക് യാതൊരു ഖേദമില്ല. റേസസിന്റെ കാര്യമെല്ലാം അങ്ങനെയാണ്. ചാൻസ് എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം ഡാഡി വളരെ ഫോർവേഡ് ആണ്. അത് പോട്ടെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൂടെ? ധൃതിയില്ല, സാവധാനം. എന്നാൽ തേങ്ങയ്ക്ക് വാങ്ങിയ പുതിയ സാരീസ് എല്ലാം ഒന്ന് കാണിക്കാം. കൊള്ളാം. അതൊക്കെ സാവധാനത്തിൽ പോരെ. നെവർ മൈൻഡ്, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ.
എനിക്ക് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് വളരെ ഇഷ്ടമാണ്. 4 ബനാറീസാ. ആ. എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും. ഈ കുട്ടി പുതിയ വേലക്കാരിയാണ് അല്ലേ? ഓ ഡാഡി, ഇത് ലീലയാണ്, സുരേഷിന്റെ ഭാര്യ. നെവർ മൈൻഡ്, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. സോറി. എടാ ഗണേഷ്, നീ വലിയ തോട്ടം തൊഴിലാളി. അല്ല മുതലാളി. ആ എങ്കിൽ നിനക്ക് കൊള്ളാം. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പണം എനിക്ക് തിരിച്ചു തരണം. നിന്റെ പണം എനിക്ക് പുല്ലാണ്. പക്ഷെ എനിക്കത് വലുതാണ്ട. 10,000 രൂപയും പലിശയും തന്നേ തീരൂ. തരുമടോ, ഇല്ലെങ്കിൽ മിസ്സിസിന് നിന്റെ കൂടെ ഡാൻസ് കാണാൻ വിട്ടുതരും.